എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇപ്പോൾ പ്രധാന സബ്ജക്റ്റായി മാറിയിരിക്കുന്നത്, ഒപ്പം ലോകത്തിന് തന്നെ വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇസ്രയേൽ പാലസ്തീൻ പ്രോബ്ലം. ഇപ്പോൾ കുറേ ലോകരാജ്യങ്ങൾ അവരുടെ പടയും പടക്കപ്പലും ആൾക്കാരുമായി ഗസയിലേക്ക് വരികയാണ്. ഗസയിലുള്ള പാലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അവരെ സമാധാനപരമായി ജീവിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി 10,000-കണക്കിന് ആൾക്കാർ ഗസ ഡയറക്ഷനിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, പടക്കപ്പലുകളിലും മറ്റ് കപ്പലുകളിലും എന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാനിടയായത്. എന്നാൽ പാലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം വേണം, അവർക്ക് ജീവിക്കാനുള്ള റൈറ്റ്സ് വേണം, ഒക്കെ ശരിയാണ്. ബട്ട് ഇവിടെ മറന്നു പോകുന്ന ഒരു പ്രധാന കാരണം, പാലസ്തീനും ഇസ്രായേലിനും ബുദ്ധിമുട്ടുകളില്ല. അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആരാണ്? അവിടെ ഏറ്റവും തലമുണ്ടാക്കുന്നത് ഹമാസാണ്. ഹമാസ് ഇസ്രായേൽ കയറി കൂട്ടക്കൊല നടത്തി കുറച്ച് ആൾക്കാരെയും ബന്ദികളാക്കി കൊണ്ടുപോയി വലിയ രീതിയിൽ അവർ ആഘോഷിക്കുകയായിരുന്നു. എന്തോ അവർ വലിയ കാര്യം ചെയ്ത് കണക്ക്. അതിൽ ചില പാലസ്തീനികളുണ്ട്, വിവരമില്ലാത്ത ചില പാലസ്തീനികൾ അതിൽ കൂടെ ചേർന്ന് വളരെ ആഹ്ലാദ പ്രകടനം, റൈഫിൾ മുകളിലോട്ട് ഒഴിച്ചു ഫയർ ചെയ്യുന്ന എന്തോ അവർ ജയിച്ചത്. പക്ഷേ അവർ മനസ്സിലാക്കിയില്ല, അവർ ചെയ്ത ക്രൂരതയ്ക്ക് എണ്ണി ഇസ്രായേൽ ഓരോ മണിക്കൂർ തോറും കണക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലനുഭവിക്കുന്നത് പാവം പിടിച്ച കുഞ്ഞു കുട്ടികൾക്ക് ആഹാരമില്ല, മെഡിസിനില്ല, കിടപ്പാടമില്ല, കുടിവെള്ളമില്ല. ഇത്ര ശോചനീയമായ അവസ്ഥയിൽ എത്തിച്ചതാരാണ്? ഹമാസ്. എന്തിനാണ് ഹമാസിൻ്റെ ആവശ്യം പാലസ്തീനികൾക്ക് ആവശ്യമായി വന്നത്? വെറുതെ വലിഞ്ഞു കയറി വന്ന് ആ ഉള്ള സംവിധാനത്തിന്, സമാധാന ശ്രമങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഇവർക്ക് മേൽക്കോയ്മ കിട്ടാൻ വേണ്ടി തട്ടിക്കൂട്ടിയെടുത്ത ഒരു സംവിധാനമല്ലേ ഹമാസ്? ഇപ്പോൾ എന്താണെന്നറിയില്ല, കുറച്ചധികം രാജ്യങ്ങൾ പാലസ്തീന് സ്വാതന്ത്ര്യം കിട്ടണമെന്നുള്ളതിൽ പ്രഖ്യാപിച്ചൊക്കെ കഴിഞ്ഞു. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ ഹമാസിനെ കുറിച്ചൊന്നും പറയുന്നില്ല? എന്തുകൊണ്ട് ഹമാസിനാദ്യം പുറത്തേക്കാൻ ശ്രമിക്കുന്നില്ല? അപ്പോൾ പാട്ടിൽ യഥാർത്ഥത്തിൽ ഇവർ ഹമാസ് അനുകൂലികളാണോ? അതാണ് ഇപ്പോഴും വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ, ഇപ്പോൾ ഒന്നായി നിൽക്കുന്ന രാജ്യങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനത്തെ പാലസ്തീനിൽ നിന്നും മാറ്റുക. 100% അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ ഒരിക്കലും ഇസ്രായേലിന് എല്ലാ ലോകരാജ്യങ്ങളോടും എതിർപ്പ് പ്രകടിപ്പിക്കില്ല, പറയുന്നവരനുസരിക്കും, യാതൊരിതുമില്ല. കാരണം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്രായേലിൽ ഇപ്പോഴും പല പാലസ്തീനികളിൽ ജോലി ചെയ്യുന്നുണ്ട്, അവർ സമാധാനം ജീവിക്കുന്നു, അവരുടെ റൈറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ഇതാരും പുറം ലോകത്ത് എല്ലാവരും അറിയുന്നില്ല. ഇസ്രായേൽ മാക്സിമം അവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ന് ഇസ്രായേൽ ഈ ഹമാസ് എന്നുള്ള ആ ഒരു സംഘടന പാലസ്തീനിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധിച്ചോ, അന്ന് 2 രീതിയിലുള്ള വേർതിരിവായിപ്പോയി. ഇസ്രായേലിനെ ഇസ്രായേൽ അവിടെ ആൾക്കാരെ കൊല്ലാക്കൊല ചെയ്യുന്നത് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഹമാസ് കാണിച്ച ക്രൂരതയ്ക്ക് പരിഹാരമായി ഏതൊരു രാജ്യത്തെ ജനങ്ങളെയും കൂട്ടക്കൊല ചെയ്താൽ ആ രാജ്യം അതിന് തീർച്ചയായിട്ടും എതിർപ്പ് പ്രകടിപ്പിക്കും, അത് റിറ്റാലിയേറ്റ് ചെയ്യും. പഹൽഗാമിൽ നടന്നതിന് ഇന്ത്യ ഓപ്പറേഷൻസ് എന്നതിൻ്റെ പേരിൽ നമ്മൾ റിറ്റാലിയേഷൻ ചെയ്തില്ല. അതുപോലെ തന്നെ അതിലാരും കുറ്റം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ പടക്കോപ്പുകളും യുദ്ധ കപ്പലുകളുമായി വരുന്ന രാജ്യക്കാർ ഒന്ന് വിചാരിക്കുക, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ദൗത്യം ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് മുമ്പേ ഹമാസിനെ ഒരാട് പോലും അവശേഷിക്കാത്ത രീതിയിൽ അവരെ പുറത്താക്കുക. എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇവർ ഉള്ളിൽ കിടന്ന് വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരാദ്യം ഉന്മൂലനം ചെയ്യുക, അവരെ അവിടെ നിന്ന് മാറ്റുക.
അതാണ് തൻ്റെ ഇടമായി കാണിക്കുന്നത്. അല്ല ഇസ്രായേലിൻ്റെ അടുത്ത് ഈ ശക്തി തെളിയിക്കലല്ല പ്രധാനം. ഇസ്രായേലിനോട് ശക്തി തെളിയിക്കേണ്ട കാര്യമില്ല. ഇസ്രായേൽ പറഞ്ഞാൽ കേൾക്കും. നിവർത്തിയില്ലാണ്ട് അവർക്കത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അത് അവരുടെ എക്സിസ്റ്റൻസാണ്. ഈവൻ പാലസ്തീനികൾക്കും എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അവർക്കൊരു കിടപ്പാടം വേണം, അവർക്കൊരു സ്ഥലം വേണം. അത് സൗമ്യമെഴുതി നമുക്കറിയാം. മുൻകാലങ്ങളിൽ ഇസ്രായേൽ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ എഗ്രി ചെയ്ത സ്ഥലം ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവർക്ക് കൂടുതൽ സ്ഥലം വേണമെന്ന് പറഞ്ഞുള്ള പ്രോബ്ലത്തിലാണ് പല ചർച്ചകളും അലസിപ്പോയത്. ഇപ്പോൾ ഉള്ള സ്ഥലമെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുന്നു. ഇത് ബുദ്ധിയില്ലായ്മയുടെ ഭാഗമായിട്ടൊക്കെ സംഭവിച്ചതാണ്. പിന്നെ ഇപ്പോഴെല്ലാം ഭീകരവാദികളിൽ നിന്ന് നേതൃത്വം കൊടുത്താൽ അവർക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെയും മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ അവർക്ക് നോക്കേണ്ട കാര്യമില്ല. അവർ ഭീകരവാദത്വം എങ്ങനെയാണ് അത് മതത്തിൻ്റെ പേരിലും പറഞ്ഞ് ജിഹാദ് എന്ന് മറ്റു പല പേരിലും പറഞ്ഞ് മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുക, തകർക്കുക, ബാമ്പ് വയ്ക്കുക, ഇതങ്ങനെയുള്ള ഇതായിപ്പോൾ. അതുകൊണ്ട് സങ്കടം തോന്നുന്നു. ഈ ഫ്രാൻസിനും ഇറ്റലിക്കുമൊക്കെ ഇപ്പോൾ സംഭവിച്ചത് ഇത് പറഞ്ഞു. UK കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും അവർ ചെയ്യേണ്ട കാര്യങ്ങളല്ല, ആദ്യം ചെയ്യേണ്ടതല്ല, അവസാനം ചെയ്യേണ്ട കാര്യങ്ങളാണ് അവരിപ്പോൾ ആദ്യം ചെയ്യുന്നത്. തെറ്റാണത്. ഒന്ന് മനസ്സിലാക്കുക. ഇനിയെങ്കിലും വിഡ്ഢിത്തരം ചെയ്യാതിരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഹമാസിനെ അവിടെ നിന്ന് മാറ്റി ശുദ്ധീകരണം ചെയ്യുക. അവിടെ പ്രശ്നം തീർന്നു. 90% പ്രശ്നം തീർന്നു. 10% ബാക്കിയേ ഉള്ളൂ ഈ ഇസ്രായേലിൻ്റെ ഡിസ്റ്റർബൻസ്. ഇസ്രായേൽ അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല. ഈ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് പലസ്തീൻ ജനതയല്ല, ഹമാസിനെയാണ്. അവർ ആ പലസ്തീൻ ജനതയെ മറയാക്കി ഹമാസ് അക്രമങ്ങൾ അയച്ചുവിടുന്നു. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കുക. UN എന്ത് റെസൊല്യൂഷൻ പാസ് ചെയ്താലും ആദ്യം UN ചെയ്യേണ്ട ജോലി പലയിടത്തും ഫെയിലായിപ്പോയി. UN ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് ചുമ്മാ കുറച്ച് പ്രഖ്യാപനങ്ങൾ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. പ്രായോഗികമായുള്ള കാര്യങ്ങൾ അവർ നടപ്പിലാക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇപ്പോൾ ഈ പാലസ്തീൻ രാഷ്ട്രമായി അംഗീകരിച്ച ഈ രാജ്യക്കാരോട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള ഹമാസിനെ പുറത്താക്കി ഇവർക്ക് അംഗീകാരം കൊടുക്കുക. അതായിരിക്കും ഉചിതമായൊരു തീരുമാനം. അല്ലാതെ നിങ്ങൾ കുറേ വെടിക്കോപ്പും പടക്കോപ്പുമായിട്ടൊക്കെ അവിടെ നിന്നുള്ളത് കാര്യങ്ങളൊന്നുമില്ല. ചെയ്യേണ്ടത് ആദ്യം ചെയ്യുക. അതിനുശേഷം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് ചേർന്ന് ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇസ്രായേൽ തീർച്ചയായിട്ടും അംഗീകരിക്കും. അവരുടെ ഇസ്രായേലിൻ്റെ റൈറ്റ്സ് നമ്മൾ കാണണം, പാലസ്തീൻ്റെ റൈറ്റ്സ് നമുക്ക് കാണണം. എന്തിനാണ് ഹമാസിന് അവരുടെ ഒരു മീഡിയേഷൻ എടുക്കുന്നത്? വേണ്ട, ലെറ്റ് ദം ഔട്ട്. അല്ലെങ്കിൽ ലോകം ചെന്നെത്തുന്നത് വലിയൊരു ഭീഷണി, യുദ്ധ ഭീഷണി തന്നെ ആയിരിക്കും. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാലോചിക്കുക. ഈ ഒരു അഭിപ്രായത്തോട് യോജിപ്പുള്ളവർ ഷെയർ ചെയ്യുക. ഒന്ന് സാധിച്ചാൽ സബ്സ്ക്രൈബും ചെയ്യുക. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ. താങ്ക് യു.